സ്ത്രീക്കും പുരുഷനും എപ്പോഴും സുഹൃത്തുക്കളായിട്ട് ഇരിക്കാൻ പറ്റുമോ? പഠനങ്ങൾ പറയണത് പറ്റില്ല എന്നാണ്. കാരണം എന്താ, ഏതൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരടുത്ത ബന്ധങ്ങളുണ്ടെങ്കിൽ, അടുത്ത ബന്ധം പറഞ്ഞാൽ ജസ്റ്റ് ചാറ്റിങ്ങോ കാര്യങ്ങളോ സംസാരങ്ങളോ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് എത്തുമ്പോൾ അവർക്ക് ആ ഒരു സുഹൃത്ത് ബന്ധത്തിനേക്കാളും ഉപരി വേറൊരു ബന്ധത്തിലേക്ക് അവർ പോകും. ചിലപ്പോൾ അവരിനോട് കൂടുതൽ പൊസസീവ്നെസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ലവേഴ്സ് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ആയിപ്പോവും. അപ്പോൾ പക്ഷെ എന്നാൽ അവർ ലവേഴ്സ് അല്ല, ഫ്രണ്ട്സ് ആണെന്നാണ് പറയുക. പക്ഷെ അതൊരിക്കലും അല്ല. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായാലും അവർക്കൊരു പരസ്പരം ഒരു ഇഷ്ടം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് ഇത് മുന്നോട്ട് എങ്ങനെ സൗഹൃദമായിട്ട് തന്നെ കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഇത് വേറൊരു തലത്തിലേക്ക് പോകണോ എന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരവർ തീരുമാനിക്കണം. അല്ലാണ്ട് ഇത് എനിക്ക് പറ്റില്ല, നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കി നല്ലൊരു ബന്ധത്തെ ഇല്ലാണ്ടാക്കുന്നതിനേക്കാളും നല്ലത് സംസാരിച്ചത് മുന്നോട്ട് സൗഹൃദത്തിൻ്റെ ഇതിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് പോകണോ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുക. ഇതിൽ 90% വേറെ ഒരു ഇതിലേക്ക് പോവുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ സൗഹൃദം ചിലപ്പോൾ അവരത്രയും മാത്രം അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അവർ ആ ബന്ധം ഒഴിവാക്കി വിടാൻ ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ അത് ചിലപ്പോൾ മാരേജിലേക്കോ അല്ലെങ്കിൽ അത് നമ്മൾക്ക് സ്നേഹിക്കാം, കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അത് മാറലുള്ളൂ. വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ വേണ്ട, നമുക്ക് സൗഹൃദമാണ് നല്ലത് പറഞ്ഞിട്ട് ആ ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം മാത്രമാണ്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരിക്കലും ഒരുപാട് കാലം നന്നായി സംസാരിക്കുന്നവർ ഒരിക്കലും എന്തായാലും നമുക്കൊരു ഫീലിംഗ് വരും. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ്. നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.